ഓം ഗംഗണപതി നമ ഓം ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ഒരു ഏകദേശം ബേസിക്കായിട്ട് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ബാധ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കാണും അല്ലേ? ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടൊരു സംശയം ഉണ്ടാവും. ഇതൊക്കെ നോർമലി വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അപ്പോൾ ഇതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം അല്ലെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം എന്നുള്ളൊരു സംശയം വന്നത്. അവിടെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. കാര്യം ഇതിൽ വിശദമായിട്ട് കുറച്ച് എക്സാമ്പിൾസ് സഹിതം ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ബാധാദുരിതം അല്ലെങ്കിൽ ഇത് നമുക്കെങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു സോൾസിൻ്റെ ജേർണി, സോൾ ജേർണിയെ കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ സോൾ ജേർണിയിൽ ആത്മാക്കൾ ഒരു ശരീരത്തിൽ നിന്നും അടുത്ത ശരീരത്തിലോട്ട് പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ചില കേസുകളുണ്ട്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചില ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് വീണ്ടും വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നു, അതേ സ്പോട്ടിൽ വീണ്ടും വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ചില സ്ഥലങ്ങളിൽ നിഴലുകൾ കാണുന്നു, ആൾക്കാർ വട്ടം ചാടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒക്കെ ചുമ്മാ തട്ടിപ്പ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് കാണാം. എന്നാൽ അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? ആ ഭാഗത്ത് ഒരിക്കൽ ഒരു ആക്സിഡൻറ്റ് നടന്ന് കുറച്ച് പേര് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി സോൺ രൂപപ്പെടുന്നു. ഈ എനർജി സോണ് ഈ എല്ലാവർക്കും ബാധിക്കുന്നില്ലല്ലോ. നമുക്ക് ആ സംശയം വരുന്ന കാര്യം ഇത് തട്ടിപ്പാണ് അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് എല്ലാവരെയും ബാധിക്കുന്നതല്ല. പിന്നെ ഇതെങ്ങനെയുള്ള ആൾക്കാരെ ബാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാധിക്കുന്നത് പ്രധാനമായും നമ്മുടെ ശരീരം പ്രോപ്പറായി കെയർ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഓവർ വർക്ക് ചെയ്തിട്ട് വരുന്ന ടയേർഡായിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ അപകടങ്ങളിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ ആ ഏരിയയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കൂടുതലും ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പ്രോൺ ടു നെഗറ്റീവ് സോൾസും. ചിലരങ്ങനെയാണ്, എപ്പോഴും എവിടെ പോയാലും വയ്യാതെ വരിക, എപ്പോഴും ക്ഷീണം, ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്നാൽ ഞാൻ നേരത്തെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ദൃഷ്ടിദോഷത്തിനെ കുറിച്ച്. അപ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലത്തെ അനുഭവങ്ങളുള്ളവരുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. പിന്നെ മറ്റൊരു സംഭവം സംഭവിക്കുന്നത്, ഒരു സ്ഥലത്ത് ഇപ്പോൾ ഉദാഹരണം ദുർമരണങ്ങൾ നടന്നിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ ദുർമരണങ്ങൾ നടക്കും. നമ്മൾ സ്വാഭാവികമാണ്, ആത്മഹത്യകൾ, അപകടമരണങ്ങൾ, അതുപോലെ കൊലപാതകങ്ങളൊക്കെ നടക്കും. ഇതൊക്കെ കാണാൻ പോകുന്ന ആൾക്കാർ, മനോധൈര്യമില്ലാത്ത ആൾക്കാർ ഇത് പോയി കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇത് കുഞ്ഞിലെ കാണുവാണെങ്കിൽ ഇവരുടെ ഉള്ളിൽ ബോധ മനസ്സിലല്ല ഞാൻ പറയുന്നത്, ഉപബോധ മനസ്സിൽ ഈ പിക്ചർ സേവ് ആകും. ഇത് ഭാവിയിൽ നെഗറ്റീവ് എനർജികളെ അട്രാക്റ്റ് ചെയ്യുകയും നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഓക്കെ, അതൊരു വശമാണ്. പിന്നെ വരുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ പേടിക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പേടിച്ചിട്ട് അവിടുന്ന് നമുക്ക് വരുന്നൊരു പ്രശ്നം, വെള്ളത്തിൽ മുങ്ങാൻ പോകുമ്പോൾ മുങ്ങിത്താഴുക. ചിലപ്പോൾ കുഞ്ഞിലേ ആയിരിക്കും, അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, നീന്താൻ പോകുന്നു, മുങ്ങിപ്പോകുന്നു, വലിയ കരക്ക് കയറി പോരും. പക്ഷെ പിന്നീട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരുന്നൊരവസ്ഥ. പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കുമെന്ന് അറിയില്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അമ്മയുടെ വീട്ടിൽ തറവാട്ടിൽ പൂജയും ആവാഹനമൊക്കെ ഒരുപാട് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നല്ല ലൈവ് കുറേ കേസുകൾ കണ്ടിട്ടുണ്ട്. കണ്ടതിനപ്പുറം എൻ്റെ അടുക്കൽ ജ്യോതിഷം എന്ന് പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ അനുഭവങ്ങളുണ്ട്. കുളത്തിൽ പോയിട്ട് 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുളത്തിൽ പോയിട്ട് അങ്ങനെ വെള്ളത്തിൽ പോയതിന് ശേഷം അന്ന് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വരികയും പിന്നീട് സ്ഥിരമായി ഫിറ്റ്സ് പോലുള്ള അസുഖങ്ങൾ വരിക, മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾ വിട്ടുമാറാതെ വരുന്ന ഒരവസ്ഥ, അതിനെ ബാധാദോഷം എന്നാണ് പറയുന്നത്, ജലബാധ എന്ന് പറയും. അപ്പോൾ അത് ഒരു സോൾ പ്രസൻസിനപ്പുറം ആ ഉപബോധ മനസ്സിലുണ്ടാകുന്ന ആ ഭയമാണ്. അതൊരു ശരിക്കും ഒരു സൈക്കിക് പ്രോബ്ലമാണ് ശരിക്കും, അത് ഉണ്ട്. ഇനി മറ്റൊന്ന് രണ്ട് കേസുകൾ എൻ്റെ അടുത്ത് വന്നത് ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. വിശ്വാസി ആണോ എന്ന് വെച്ചാൽ അത്ര വലിയ വിശ്വാസം ഇല്ലാത്ത എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കിടയിലും ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു കേസാണ്, ഒരു കോഴിക്കോട് ഒരു ക്യാമ്പിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ട്രെയിനിൽ കയറാൻ ട്രെയിൻ ചലിച്ചു. ട്രെയിൻ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഓടിക്കയറാൻ നേരത്ത് ഉരുണ്ട് വീഴുകയും പിന്നീട് വീട്ടിലോട്ട് വരികയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം കുറച്ച് അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുകയാണ്. നിഴലുകൾ കാണുക, ഒരു പാട പോലെ നിഴലുകൾ ചുറ്റും നടക്കുന്നതായിട്ട് കാണുക. വണ്ടി ഓടിക്കുമ്പോൾ എന്താ പറയുക, കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, ആത്മഹത്യാ പ്രേരണ തോന്നുക, പുരുഷൻ സ്ത്രീയെ പോലെ പെരുമാറുന്നൊരവസ്ഥ. ഇത് ലൈവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് ഇടപെട്ടൊരു കേസാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ.
അതൊക്കെ മാറിയ ആളിപ്പോൾ ഹെൽത്തിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല, ഇപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നു. അത് വേറെ, അതല്ല, അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്, അതല്ല. പക്ഷേ എങ്കിൽ ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഇതില്ല എന്ന് പറഞ്ഞു തന്ന ഒരാളാണ് ഞാൻ പറഞ്ഞ, ഒരു ഈശ്വര വിശ്വാസി അല്ലാതെ, അത്ര വലിയ ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാതെ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു തരുന്ന ഒരാളാണ് ഈ പറഞ്ഞ ആൾ. ഓക്കെ. പിന്നെ ഇതിനെപ്പറ്റി ചൂഷണങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങളുണ്ട്, അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചൂഷണങ്ങളാണ് കൂടുതൽ, അതും പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് വന്നൊരു മറ്റൊരു കേസ് എൻ്റെ ഇടയ്ക്ക് വന്നത് വയ്യായിക, എപ്പോഴും വയ്യായിക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഓരോ രോമങ്ങൾ മുടി പറിച്ചെടുക്കുന്ന പോലത്തെ വേദന ശരീരത്തിന് വരിക. ഓക്കെ. ഡോക്ടർമാരുടെ അടുത്ത് പോയി എല്ലാ ചെക്കപ്പും ചെയ്തു, സകലമാന ചെക്കപ്പുകളും ചെയ്തു, അസുഖങ്ങളൊന്നുമില്ല. ആൾ ഒരു നേഴ്സും കൂടിയാണ്. അതാ ഇവിടെയെങ്കിലും അല്ല, വെളിയിലാണ്. അപ്പം അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ക്വാളിറ്റി നമുക്കറിയാം. വന്നിട്ട് പോലും മാറുന്നില്ല, ലീവ് എടുക്കേണ്ട അവസ്ഥ, പറ്റുന്നില്ല. ആ കക്ഷി നാട്ടിൽ വന്നു, പല ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി ആവാഹിക്കുകയും 1.5 ലക്ഷം 2 ലക്ഷം ചിലവാക്കി ആവാഹിച്ചു, അടിക്കുകയൊക്കെ ചെയ്തതാണ്. ഓക്കെ. അങ്ങനെ പല സ്ഥലത്തു നിന്നാണ് എൻ്റെ അടുക്ക് വരുന്നത്. എൻ്റെ അടുക്ക് വന്നതിന് ശേഷം ഞാൻ വന്നിരുന്ന് അരമണിക്കൂറിനകത്ത് സ്പോട്ട് ചെയ്തു പ്രശ്നമുണ്ടെന്നുള്ളത്. സ്പോട്ട് ചെയ്ത് കാര്യം നമ്മൾ കാണിച്ചു കൊടുത്തവർക്ക് അവർ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവരുടെ കൂടെ വന്ന ആൾക്ക് ഞാൻ വ്യക്തമായിട്ടത് കാണിച്ചു കൊടുത്ത് അവരുടെ റിയാക്ഷൻസും പ്രശ്നങ്ങളും. പിന്നീട് അത് വേറൊരു തരത്തിൽ നമ്മൾ മാറ്റി വിടുകയാണ് ചെയ്തത്. ആളിപ്പോൾ ഹെൽത്തിയാണ്, അതും ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ 2-3 അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, 1-2 വീടുകൾ സന്ദർശിക്കാൻ പോയ കഥ പറഞ്ഞില്ലേ. ആ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രശ്നം, അവിടുത്തെ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എപ്പോഴും കാൽച്ചോട്ടിൽ ആരോ വന്നിരുന്ന് തട്ടി വിളിക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ എപ്പോഴും പേടി ആണ്, അവർക്ക് പുറത്തിറങ്ങുമ്പോൾ പേടി. അവർ പറഞ്ഞു, അമ്പലത്തിൽ, പുള്ളിക്കാരി ക്രിസ്ത്യനാണ്, പക്ഷേ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്, അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്നു, ഭയങ്കര ഈശ്വര വിശ്വാസിയാണ്, കല്യാണം കഴിച്ചിരിക്കുന്ന ഹിന്ദുവിനാണ്, ഭയങ്കര വിശ്വാസിയാണ് ആൾ. എല്ലാ അമ്പലങ്ങളിലും പോകും, എല്ലാ വഴിപാടും കഴിക്കും, ഇഷ്ടംപോലെ ജ്യോത്സ്യന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിത സാഹചര്യങ്ങൾക്ക് മാത്രം മാറ്റമില്ലാതെ തുടരുന്നു. മനോദുഃഖം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ തുടരുന്നു. അപ്പം അവിടെ ഞാൻ ചെന്നപ്പോൾ, ഞാൻ യാദൃശ്യാൽ ഒരു കൂട്ടുകാരൻ്റെ കെയർ ഓഫിൽ ചുമ്മാ ഒന്ന് വീട് നോക്കണം കൊണ്ട് വാസ്തുവിൻ്റെ ഒരു നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഇങ്ങനൊരു അനുഭവം വരുന്നത്. ഞാനങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല കാര്യം, വാസ്തു അല്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു സ്ത്രീയെ ഭർത്താവ് തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയത് കാണാൻ പോയി. 3 ദിവസം പഴക്കമുള്ള ബോഡിയാണ്. അത് കാണാൻ പോയപ്പോൾ അന്ന് മനസ്സിൽ കൂടിയതാണ് ഈ ഉപബോധ മനുഷ്യൻ്റെ മനസ്സ് ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റീവ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ്. ഉപബോധ മനസ്സിൽ കടന്നുകൂടിയ ഒരു രൂപമാണ് ഇപ്പോഴും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരം അവർ ചെയ്തിട്ടില്ല. ഒരു ഇച്ചിരി തിരക്കിലായിരുന്നു, അവരുടേതായ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അത് പരിഹാരം ചെയ്തിട്ടില്ല. പക്ഷേ അനുഭവങ്ങളുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സോൾസ് തൻ്റെ കർമ്മഫലങ്ങൾ തീരാൻ വന്നിട്ട് അത് തീർക്കാൻ പറ്റാതെ വരികയോ, അല്ലെങ്കിൽ നെഗറ്റീവ് കർമ്മങ്ങൾ കൂടുതലായി ഇവിടെ ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമം വെച്ചിട്ട് അവർക്ക് ഇവിടുന്ന് പോകാനുള്ള അനുമതി നിഷേധിക്കപ്പെടും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഇതിങ്ങനെ ഭൂമിയിൽ അലഞ്ഞു തിരിയും എന്നാണ് പറയുന്നത്. ദുഃഖകരമായ അവസ്ഥയിൽ അലഞ്ഞു തിരിയും. അപ്പോൾ നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ നമ്മൾ അതിൻ്റെ കർമ്മങ്ങൾ, അതുപോലെ കാര്യങ്ങൾ, ഹോമങ്ങൾ, കർമ്മങ്ങൾ ചെയ്ത് പരിഹാരാദികൾ പ്രോപ്പറായിട്ട് ചെയ്താൽ ഒരു പരിധിവരെ അതൊക്കെ അത് സോൾവായി പോകും. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അച്ഛന്മാർ പള്ളിയിൽ വെഞ്ചരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് ചെയ്ത് അവർ കൂതാശയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതങ്ങനെ പോകാറാണ് പതിവ്. മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ ആചാരപ്രകാരമുള്ള ചെയ്ത് കഴിയുമ്പോൾ പോകാറാണ് പതിവ്. എങ്കിൽ ചില കേസുകളിൽ ഇത് നടക്കാതെ വരികയും അല്ലെങ്കിൽ നടത്താൻ ആളില്ലാതെ വരികയും ചെയ്യുന്നത് വഴി ഈ സോൾ എനർജീസ് ഭൂമിയിൽ ചുറ്റിത്തിരിയും. അപ്പോൾ ഈ ചുറ്റിത്തിരിയുന്നത് എന്താണ്? അത് വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിയും, ആർക്കും ദോഷമൊന്നുമില്ല, ഒരു എനർജിയാണ്, നെഗറ്റീവ് ആണെന്ന് മാത്രം. ഓക്കെ. നമ്മൾ എപ്പോഴാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ചെന്ന് പെടുന്നത്? ചിലർ പറഞ്ഞു കേട്ടില്ല, രാത്രിയിൽ നിഴൽ സഞ്ചരിക്കുന്നത് കണ്ട് പേടിച്ചു പോയി. പേടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കുന്നില്ല, പക്ഷെ കാണാൻ പറ്റും, ചിലർക്ക് കാണാൻ പറ്റും. അപ്പോൾ സോൾസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ശരീരം കിട്ടുമ്പോൾ അവർ ആ ശരീരത്തിനോട് അട്രാക്റ്റ് ആവുകയും ആ എനർജിയും ഈ എനർജിയും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുകയും അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് മനസ്സിലോട്ട് കയറുകയും ബാധാ ഉപദ്രവമായി മാറുകയും അല്ലെങ്കിൽ പ്രേത ഉപദ്രവമായി മാറുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ഈ നെഗറ്റീവ് എനർജി സോഴ്സസ് ആണ് നമ്മളെ അതിലോട്ട് അട്രാക്റ്റ് ചെയ്യും ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനെന്താണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഇൻസിഡൻസിന് കുറച്ച് കൂടുതലായി കണ്ടുവരുന്നു. പണ്ട് ഇത്ര ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം.
കാര്യം എൻ്റെ അപ്പൂപ്പൻ്റെ ഒക്കെ തറവാടുകളിൽ ആവാഹന പൂജയൊക്കെ ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരുന്ന തറവാട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. നമുക്ക് അവിടങ്ങളിൽ പോലും അന്ന് പോലും ഇത്രയും കണ്ടിന്യൂസ് കേസസ് വരാറില്ല. ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഏത് ജാതി മതത്തിൽപ്പെട്ടവരായാലും പ്രാർത്ഥനകളും മുടങ്ങാതെ ചെയ്യുക. ക്രിസ്ത്യൻസൊക്കെ പിന്നും പ്രാർത്ഥന ചെയ്യും, മുസ്ലിംസ് ഒരു പരിധിവരെ മിക്കവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറ ഇതിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി. നിങ്ങളുടെ മതം മാത്രം ശരി അല്ലെങ്കിൽ ഞങ്ങളുടെ മതം മാത്രം ശരി എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല, ടോട്ടലി ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ആ ഒരു ശക്തിയെ വിശ്വസിച്ച് ആ ശക്തിയോട് എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് നല്ലത് വരാൻ സ്വയം പ്രാർത്ഥിക്കുകയും ചെയ്യുക. സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുക. ഹിന്ദുക്കളൊക്കെ ആ പരിപാടി നിർത്തിയിട്ട് കുറച്ച് കാലമായി. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥനകളൊന്നുമില്ല. എന്തുകൊണ്ടാണ് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥനാ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ, മന്ത്രമല്ല, പ്രാർത്ഥനാ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ ആ ശബ്ദതരംഗങ്ങൾ അന്തരീക്ഷത്തിലുണ്ടാക്കുന്ന പോസിറ്റീവ് ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം ഇതുപോലുള്ള കേസുകളിൽ നിന്നും നമ്മുടെ ഭവനത്തെയും ചുറ്റുവട്ടത്തുള്ളവരെയും സംരക്ഷിക്കും. വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി ഇതുപോലുള്ള നെഗറ്റീവ് സാധനങ്ങളെ അകറ്റി നിർത്താനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ ഓറ പോസിറ്റീവാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെഗറ്റീവായിട്ടുള്ള ഓറയിലാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്നതും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അലസൻ്റെ മനസ്സിൽ ചെകുത്താൻ കൂടിയിരിക്കുമെന്ന് പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് ഓറയാണ് പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ എല്ലാവരും ഓരോരോ ഓറ പോസിറ്റീവ് ആക്കി വെക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ബാധ എന്തൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമെന്ന് മൊത്തമൊന്നും പറഞ്ഞിട്ടില്ല, കുറേ ഉണ്ട് പറയാനാണെങ്കിൽ. ഉറങ്ങാൻ സമ്മതിക്കാത്ത അവസ്ഥ, തട്ടി വിളിക്കുന്ന അവസ്ഥ, നിഴലുകൾ കാണുന്നൊരവസ്ഥ, ഇതൊക്കെ ബാധാ ഉപദ്രവം കൊണ്ടുണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട പരിഹാരാദികൾ ചെയ്യണം. എന്തൊക്കെയാണ് പരിഹാരങ്ങളെന്നൊക്കെ ഉണ്ട്, ഞാനത് പുറകെ പറയാം. അപ്പോൾ ഇത് ബേസിക്കലി ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. ജ്യോതിഷത്തിലൂടെ കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ ഈ ഡൗസിങ് ഒക്കെ ഉപയോഗിച്ചിട്ട്, എൽഡ്രോഡൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. എനർജി വെച്ചിട്ട്, എനർജി ക്രിസ്റ്റൽസ് വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ആത്മീയാചാര്യന്മാരുടെ അടുത്ത് നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ട് ഞാൻ കണ്ടുപിടിച്ച കേസുകളുണ്ട്. കൗൺസിലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സെറ്റപ്പ്, ഒരു സെക്ഷൻ വേറെ ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ എല്ലാവരും സന്ധ്യാനാമം ജപിക്കാൻ ശ്രമിക്കുക, വിളക്ക് കത്തിച്ച് പ്രാർത്ഥനകൾ കൂട്ടുക, കീർത്തനങ്ങൾ ചൊല്ലുക, ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, ചെറിയ മെഡിറ്റേഷനൊക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അത് ജാതി മതഭേദമന്യേ എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. കാര്യം ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഞാൻ ഈ വക പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പം ഒരു വാണിംഗ് ആയിട്ട് കൂടി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ ഇങ്ങനത്തെ കേസുകൾ ഒരുപാടെണ്ണം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വയ്ക്കുക. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പരിഹാരാദി കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.